വോയിസ് ആർട്ടിസ്റ്റുകൾക്ക് എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്? ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത് പരസ്യങ്ങൾ തന്നെയാണ്. റേഡിയോ ആഡ്സ്, TV ആഡ്സ്, സോഷ്യൽ മീഡിയ ആഡ്സ്, അങ്ങനെ വിവിധ മേഖലകളിലായിട്ട് വോയിസ് ഓവർ ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് പരസ്യ മേഖലയിലേക്ക് നമ്മുടെ ശബ്ദം എത്തിച്ചേരുക? ഇതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് വിവിധ സ്റ്റൈലിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളുടെ ഡെമോയാണ്. ഒരു ഓഡിയോ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് പോഡ്കാസ്റ്റിലും ഓഡിയോ ബുക്സിലുമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പോഡ്കാസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നൊരു സമയം കൂടിയാണിത്. വിഷ്വൽ മീഡിയയുടെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഓഡിയോ ബുക്സ്. ഒരു കഥയെ നിങ്ങളുടെ ശബ്ദത്തിലൂടെ മാജിക്കലായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഡിയോ ബുക്സ് നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് യുണീക്ക് ശബ്ദമുള്ളവർക്കാണ്. ഡോക്യുമെൻ്ററി ഫിലിംസ്, നറേഷൻ വീഡിയോസ്, ഇതിലൊക്കെ യുണീക്ക് ശബ്ദമുള്ള ആളുകളെയാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്താറുള്ളത്. ഇനി വരുന്നത് എല്ലാവർക്കും അറിയാം, ഡബ്ബിംഗ് മേഖലയാണ്. ഇമോഷൻസ് നമ്മുടെ ശബ്ദത്തിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡബ്ബിംഗ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സിനിമ, സീരിയൽ, പരസ്യങ്ങൾ എല്ലായിടത്തും ഡബ്ബിംഗ് അത്യാവശ്യമാണ്. അതിന് ഏറ്റവും വേണ്ടത് സിനിമാ ഡയലോഗുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരസ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡെമോ എടുത്തു വെക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവൻറ്റ് അനൗൺസ്മെൻറ്റ്, ആങ്കറിങ്, ഇവയൊക്കെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റെല്ലാ മേഖലയിലും പോലെ തന്നെ ശബ്ദ മേഖലയിലും വലിയൊരു സാന്നിധ്യമാണിപ്പോൾ. ഈ AI കാലഘട്ടത്തിൽ പോലും പക്ഷേ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്ക് പൂർണ്ണമായിട്ടും ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുന്നില്ല. അതിനെ വൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി, യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈൽ നമ്മുടെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ വോയിസ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പ്ലീസ് ഡു ഫോളോ.